നമ്മുടെ നാട്ടിൽ ദമ്പതികളും മക്കളും സഹോദരങ്ങളും തമ്മിൽ വഴക്കിടാത്ത എത്ര വീടുകളുണ്ടാകും? നിങ്ങൾ ആരെങ്കിലും സ്വന്തം കുടുംബത്തിലെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് എപ്പോഴും കലഹമുണ്ടാക്കുന്നതെന്ന് പരിശോധിക്കാറുണ്ടോ? നിസ്സാര പ്രശ്നങ്ങളായിരിക്കും പല വഴക്കിനും കാരണം. ഭാര്യയും ഭർത്താവും നാളുകളായി മിണ്ടാത്ത കുറേ വീടുകളുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിൽ കലഹം പതിവായ ഒട്ടേറെ കുടുംബങ്ങളെക്കുറിച്ചും കേൾക്കാറുണ്ട്. നേർക്കുനേർ കണ്ടാൽ പോലും സംസാരിക്കാത്ത സഹോദരങ്ങളെയും അയൽക്കാരെയും കാണാം. കണ്ണൂർ ചെറുപുഴയിൽ വീട്ടിൽ സ്ഥിരമായി വഴക്കും പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്ന ഒരു യുവാവിൻ്റെ കഥയിലേക്കാണ്. മകൻ്റെ ശല്യം കാരണം ഒടുവിൽ ജന്മം നൽകിയ പിതാവ് തന്നെ അവൻ്റെ ജീവനെടുക്കുന്നു. എന്താണ് കഴിഞ്ഞ രാത്രി ആ വീട്ടിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മനോനില തെറ്റിയ മകനെക്കുറിച്ചോർത്ത് കണ്ണീരോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ട് കണ്ണൂർ ചെറുപുഴയിൽ. രാവിലെ മുതൽ അവൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അച്ഛനെയും അമ്മയെയും ആക്രമിക്കും. വീട്ടു സാധനങ്ങളെല്ലാം എറിഞ്ഞു നശിപ്പിക്കും. ഏതു സമയവും അക്രമാസക്തനാകുന്ന സനലിനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടിയായിരുന്നു. അച്ഛൻ രാഘവനെ കാണുമ്പോൾ മാത്രമാണ് അവൻ അല്പം ശാന്തനാകുന്നത്. പക്ഷെ കഴിഞ്ഞ രാത്രി സനലിൻ്റെ പ്രകോപനം അച്ഛന് നേരെയായി. വീട്ടിലെ കലഹത്തിനിടെ സനലിനെ അച്ഛൻ രാഘവൻ ഒടുവിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നു. മകൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രിയോടെയാണ് ചെറുപുഴ പെരിങ്ങാലയിലെ വീട്ടിൽ അച്ഛനും മകനും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. മാനസിക സ്വാസ്ഥ്യമുള്ള സനൽ വീട്ടിൽ പരാക്രമം കാട്ടിയതോടെ രാഘവൻ ഇടപെട്ടു. ഇരുവരും തമ്മിൽ ആദ്യം ചെറിയ വാക്കുതർക്കമാണ് ഉണ്ടായത്. പിന്നീട് സനൽ അച്ഛനെ വെട്ടുകത്തിയെടുത്ത് ആക്രമിച്ചു. അതിനിടെ രാഘവൻ അതേ വെട്ടുകത്തി പിടിച്ചു വാങ്ങി മകനെ തിരിച്ചാക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സനലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സനലിന്റെ ദേഹത്ത് വെട്ടേറ്റ നിരവധി പാടുകളുണ്ട്. മകന്റെ വെട്ടേറ്റ് പരിക്കേറ്റ രാഘവനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സനൽ മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് പട്ടാമ്പിക്ക് സമീപം കൊടലൂർ എന്ന കൊച്ചു ഗ്രാമം ഇപ്പോൾ വലിയ നടുക്കത്തിലാണ്. അവിടെ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന വീട്ടിലുണ്ടായ കൊലപാതകം നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുന്നു. മുഹമ്മദ് എന്ന 64-കാരന് എന്താണ് സംഭവിച്ചത്? ആരാണ് അയാളെ കൊലപ്പെടുത്തിയത്? കഴിഞ്ഞ രാത്രിയിൽ വീട്ടിലെത്തിയ 3 അംഗ സംഘത്തിലേക്കാണ് ഒടുവിൽ അന്വേഷണം എത്തിയത്. മുഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. പട്ടാമ്പി കൊടലൂരിലാണ് വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതേൽ വീട്ടിൽ 64 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് നിഗമനം. ഇളയ മകന്റെ വീട്ടിലാണ് മുഹമ്മദ് താമസിച്ചിരുന്നത്. മകൻ വിദേശത്താണ്. മകന്റെ ഭാര്യയും കുട്ടികളും വിരുന്നു പോയിരിക്കുകയായിരുന്നു. മൂത്ത മകന്റെ വീട് സമീപത്താണ്. രാവിലെ മൂത്ത മകന്റെ ഭാര്യ വന്ന് നോക്കിയപ്പോഴാണ് മുഹമ്മദ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. തുടർന്ന് ബന്ധുക്കൾ എത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. മകൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മരണപ്പെട്ട് കിടക്കുന്നത്. മൂത്ത മകൻ്റെ ഭാര്യ ചായ കുടിക്കാൻ കാണാഞ്ഞിട്ട് വീട്ടിൽ തെരഞ്ഞു വന്നതാണ്. ആ സമയത്താണ് വീട്ടിൽ ലൈറ്റ് കത്തിയിട്ട് ഡോറൊക്കെ തുറന്ന് കിടക്കുന്നതും
ഈ മരണപ്പെട്ട വ്യക്തി ബ്ലഡിൽ കുളിച്ച് കിടക്കണവും കണ്ടത്. പിന്നെ എല്ലാം ഇൻക്വസ്റ്റ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ബാങ്ക് പിന്നിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ പിടികൂടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉപ്പാനെ ചായക്ക് വിളിക്കാൻ വേണ്ടി മരുമകള് വിളിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്. അതിൻ്റെ പിന്നാലെ നടക്കാൻ പോയി കൊടുത്ത് ഞാനും കേട്ടറിഞ്ഞ് വന്നു. ഞാനും വന്ന് നോക്കുമ്പോൾ ഞാൻ കയറി കണ്ടു. അങ്ങനെ വേറെന്താ എന്ന് പറയുന്നത് 7 കേസാണ്. ഈ വീട്ടിലത്തെ മരുമകൾ വരുന്ന വഴിക്കല്ലോ 2 ദിവസം മുന്നേ പോയാണ്. വന്ന് ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവള് കുടിക്ക് കയറി വന്നത്. പട്ടാമ്പി SHO KJ ജിനേഷ്, സബ് ഇൻസ്പെക്ടർ മനു കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ശനിയാഴ്ച രാത്രി 3 പേർ സമീപത്തെ വീടുകളിലെത്തി മുഹമ്മദിന്റെ വീട് അന്വേഷിച്ചിരുന്നു. ഈ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വന്നവരെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്നും സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ കേട്ടാൽ പേടിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദുർമന്ത്രവാദം ചെയ്ത് കുടുംബത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പലരുടെയും ഉള്ളിൽ ആശങ്കയുണ്ടാകും. ബംഗളൂരുവിൽ കുടുംബത്തിനെതിരെ ദുർമന്ത്രവാദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു ജ്യോത്സ്യൻ്റെ ക്രൂരതയെക്കുറിച്ച് അറിയണം. ബിസിനസ് അഭിവൃദ്ധിക്കായി പ്രത്യേക പൂജകൾ നടത്താമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്തതാണ് പരാതി. സംഭവത്തിൽ ജ്യോത്സ്യൻ മോഹൻ കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. ബിസിനസ് അഭിവൃദ്ധിക്കായി പ്രത്യേക പൂജകൾ നടത്താമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കുമ്പൽഗോഡ് സ്വദേശിയായ 38-കാരൻ ജെ മോഹൻകുമാറിനെതിരെയാണ് ചന്നമനക്കരെ അച്ചുകെട്ട് പോലീസ് കേസെടുത്തത്. ബ്യൂട്ടീഷ്യനായ 34-കാരിയാണ് പരാതി നൽകിയത്. യുവതി നടത്തുന്ന ബ്യൂട്ടീഷ്യൻ അക്കാദമിയിൽ സഹോദരിക്ക് പ്രവേശനത്തിനെന്ന പേരിലെത്തി പരിചയപ്പെട്ട മോഹൻകുമാർ പിന്നീട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. പൂജകൾക്കായി യുവതിയുടെ വീട്ടിലെത്തിയ ഇയാൾ ചടങ്ങിന്റെ ഭാഗമെന്ന പേരിൽ ഇവരുടെ ഭർത്താവിനെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു. ഒരു മരത്തിന് ചുറ്റും 1 മണിക്കൂർ വലം വെക്കണമെന്നായിരുന്നു അവരോട് നിർദ്ദേശിച്ചത്. ഇവർ പോയ സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. യുവതി എതിർത്തപ്പോൾ ദുർമന്ത്രവാദം ചെയ്ത് കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പീഡനത്തിലും ഭീഷണിയിലും മനംനൊന്ത് യുവതി അടുത്തിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്നാണ് വീട്ടുകാരോട് വിവരം പറയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. വഞ്ചന, ലൈംഗികാതിക്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ബംഗളൂരു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയും ഗുണ്ടാ സംഘങ്ങളും കോതമംഗലത്തെ റിസോർട്ടിൽ എന്തിനാണ് ഒത്തുകൂടിയത്? തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുള്ള ഗുണ്ടാ മീറ്റപ്പ് കോതമംഗലം പോലീസ് മണത്തറിഞ്ഞു. അതോടെ റിസോർട്ട് വളഞ്ഞ് മിന്നൽ റെയ്ഡ്.
സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്നാണ് ആയങ്കിയും കൂട്ടാളികളും പറഞ്ഞത്. നിലവിൽ 10 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ സഞ്ചരിച്ച 3 കാറും പിടിച്ചെടുത്തു. കരുതൽ തടങ്കലിലായതിന് പിന്നാലെ പോലീസിനെതിരെ വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ട്. കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ നിന്നാണ് പോലീസ് അർജുൻ ആയങ്കിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇവർ. ആഡംബര വാഹനം ഉൾപ്പെടെ 3 വാഹനങ്ങളിലായാണ് അർജുനും സംഘവും കോതമംഗലത്തിന് സമീപത്തെ റിസോർട്ടിലെത്തിയത്. വേറെ 9 പേർ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അർജുൻ ആയങ്കിക്കൊപ്പം കസ്റ്റഡിയിലായവരിൽ മരടനീഷിന്റെ കൂട്ടാളികളുമുണ്ട്. ഇവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. എന്തിന് റിസോർട്ടിലെത്തി, മറ്റെന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അർജുനൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു 2 പേർക്ക് എറണാകുളത്തെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇവർ ഒത്തുകൂടിയത് എന്തിനെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആരുടെയും അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർ സഞ്ചരിച്ച 3 കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തടവിലായതിന് പിന്നാലെ പോലീസിനെതിരെ വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ രംഗത്തെത്തി. സുഹൃത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ കോതമംഗലത്തെത്തിയ തന്നെയും സുഹൃത്തുക്കളെയും പുലർച്ചെ താമസ സ്ഥലത്ത് കയറി വന്ന് പോലീസ് അന്യായമായി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് അർജുൻ പറയുന്നത്. എന്തെങ്കിലും കേസോ വാറന്റോ ജാമ്യലംഘനമോ ഒന്നുമില്ലാതെ 3 വർഷമായി മറ്റ് കേസുകളൊന്നുമില്ലാത്ത തന്നെ വെരിഫിക്കേഷന് ശേഷം വിട്ടയക്കാമെന്ന് പറഞ്ഞാണ് പുലർച്ചെ 4 മണിക്ക് പോലീസ് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഈ സമയമായിട്ടും വിട്ടയച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി ജയിലിലേക്ക് അയക്കാൻ ആകുമോ എന്ന പരിശ്രമത്തിലാണെന്നും കാണാമെന്നുമാണ് പോസ്റ്റിൽ വെല്ലുവിളിക്കുന്നത്. ഡിവൈഎഫ്ഐ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അർജുൻ ആയങ്കി. പാർട്ടിക്ക് വേണ്ടി വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന അർജുൻ ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെ ഡിവൈഎഫ്ഐ പുറത്താക്കുകയായിരുന്നു. പിന്നീടും നവമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ CPM പ്രചാരണം സ്വന്തം നിലയ്ക്ക് നടത്തിയ അർജുൻ ഇതിനെ മറയാക്കി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞു. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ക്യാരിയറിൽ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തട്ടിയെടുക്കുകയാണ് അർജുനും സംഘവും ചെയ്തിരുന്നത്. ഗൾഫിലും കേരളത്തിലും ഉടനീളം അർജുൻ ആയങ്കി നെറ്റ്വർക്ക് ഉണ്ടായിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 കോതമംഗലം. ജോലി മോഷണവും പിടിച്ചുപറിയും. താമസം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ. യാത്ര ആഡംബര കാറുകളിൽ. കണ്ണൂർ ആലക്കോട്ടെ മുഹമ്മദും പുൽപ്പള്ളി സ്വദേശി കമ്പളക്കാട് ജോസും വർഷങ്ങളായി നാട്ടുകാരെ കൊള്ളയടിച്ചാണ് ജീവിക്കുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെയും സഹായിയെയും വയനാട് പോലീസ് വിദഗ്ധമായി വലയിലാക്കി. 150-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ്. ജോസ് 50ഓളം കേസുകളിലും പ്രതി. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് കവർച്ചാ സംഘത്തെ പിടികൂടിയത്. മുഹമ്മദിനെ ആലക്കോട് പൂവഞ്ചാലിൽ വെച്ചും ജോസിനെ മാനന്തവാടി ബോയ്സ് ടൗണിൽ നിന്നുമാണ് പിന്തുടർന്ന് പിടികൂടിയത്. അടുത്തിടെ വയനാട് ജില്ലയിലെ മുട്ടിൽ, മടക്കിമല, പുൽപ്പള്ളി, മേപ്പാടി, മീനങ്ങാടി എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ ചേരമ്പാടി, പാടന്തറ എന്നിവിടങ്ങളിലും 19ഓളം മോഷണങ്ങൾ നടത്തിയതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഏപ്രിൽ 23, 24 തീയതികളിൽ കൽപ്പറ്റ ഗ്രാമത്തുവയലിലെ ഒരു വീട്ടിൽ നിന്ന് 9 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് ഇവരെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുകാർ ഇല്ലാത്ത സമയം വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും സമാന കുറ്റവാളികളെ നിരീക്ഷിച്ചുമായിരുന്നു പ്രാഥമിക അന്വേഷണം.
ഒടുവിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലാകുന്നത്. ഗ്രാമത്തുവയലിലെ വീട്ടിലെ മോഷണശേഷം മറ്റു 2 വീടുകളിൽ നിന്നും ആഭരണങ്ങളും പണവും മുഹമ്മദ് കവർന്നിട്ടുണ്ട്. ആളില്ലാത്ത വീടുകളെക്കുറിച്ച് മുഹമ്മദിന് വിവരങ്ങൾ നൽകിയിരുന്നത് ജോസാണ്. ഇന്നോവ കാറിൽ യാത്ര ചെയ്യവെയാണ് മുഹമ്മദിനെ പിടികൂടിയത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിൽ നിന്ന് പണവും ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെടുത്തു. വയനാട് ജില്ലയിലും സമീപപ്രദേശവും തമിഴ്നാടിൻ്റെ സമീപപ്രദേശങ്ങളുമായിട്ട് ഏകദേശം 18ഓളം കളവുകൾ നടത്തിയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതിക്ക് മുന്നേ ഏകദേശം 150 കൂടുതൽ കളവ് കേസുള്ള ആളാണ് ഇദ്ദേഹം. 2098 മുതൽ കളവ് നടത്തി വരുന്ന ആളാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി അതായത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വയനാട്ടിലെ ഏതൊക്കെ കേസുകളിലാണ് വയനാട്ടിലെ കൽപ്പറ്റ, പുൽപ്പള്ളി, പനമരം എന്നീ സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് കേസുകളുണ്ട്. റീസെൻ്റായ കേസുകളുണ്ട്. ഇനി കൂടുതൽ ഇദ്ദേഹത്തിന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ എന്താ കളവുകളെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ അതിലേക്ക് എത്തുന്ന അന്വേഷണത്തിലേക്ക് അത് പിന്നെ SP സാറ് ഒരു സ്ക്വാഡ് രൂപീകരിച്ച് വയനാട് ജില്ലയിലുള്ള നല്ല മികച്ചൊരു സ്ക്വാഡ് ഉണ്ട്. അവർ വന്നിട്ട് അവരുടെ CCTVയോ ഈ കള്ളനെ നമ്മുടെ സ്ഥലത്തുള്ള കള്ളന്മാരെ പറ്റിയൊക്കെ അന്വേഷിച്ചാൽ ഇദ്ദേഹം വയനാട് ജില്ലയിൽ ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ട് വിവരം കിട്ടിയാണ്. എൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം CCTVയിൽ ഇദ്ദേഹം പോകുന്ന ഒരു ചെറിയ വിഷയം കിട്ടി. എൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിയാണ് കിട്ടിയത്. അത് ആ സ്ക്വാഡിൻ്റെയും ഒരു അമ്പലേരി കേസിലാണ്. അമ്പലേരി കേസിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വയനാട്, നീലഗിരി ജില്ലകളിലെ ജനങ്ങളെ ആശങ്കയിലും ഭീതിയിലും ആഴ്ത്തിയ കുപ്രസിദ്ധ മോഷ്ടാവാണ് മുഹമ്മദ് എന്ന് പോലീസ് പറയുന്നു. കണ്ണൊഴികെയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും മറച്ച് ഇടയ്ക്കിടെ വേഷം മാറി ക്യാമറകളിൽ കൊടുങ്ങാതെയുള്ള മോഷണ രീതികളായിരുന്നു മുഹമ്മദ് അവലംബിച്ചിരുന്നത്. മുഹമ്മദിനെ പിടികൂടാൻ അന്വേഷണ സംഘവും പ്രത്യേക രീതികൾ പിന്തുടർന്നു. വേഷം മാറിയും ഉറക്കമൊഴിച്ചും പല സ്ഥലങ്ങളിൽ ക്രൈം സ്ക്വാഡ് ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തി. മോഷ്ടാവ് വന്നെത്താൻ സാധ്യതയുള്ള ജില്ലയിലെ വിവിധ ആഘോഷ പരിപാടികളിലും പരിശോധന നടത്തിയിരുന്നു. മാനന്തവാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൽപ്പറ്റ ഇൻസ്പെക്ടർ SHO TP ദിനേശിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിമൽ ചന്ദ്രനാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 വയനാട്. ബംഗളൂരുവിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ ആത്മഹത്യയിൽ ദുരൂഹത ഒഴിയുന്നില്ല. അധ്യാപകനെതിരെ ഗുരുതര ആരോപണം പുറത്തു വന്നിട്ടും കോളേജ് മാനേജ്മെന്റ് ഇതുവരെ എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടിയെടുക്കാത്തത്? മകനെ കോളേജിൽ വെച്ച് അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആവർത്തിക്കുന്നു. സംഭവത്തിൽ വീട്ടുകാർ അരുവിക്കര പോലീസിന് നൽകിയ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. മകന്റെ മരണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് മാതാപിതാക്കൾ. ബംഗളൂരു ബൊമ്മസന്ദ്ര BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥി അരുവിക്കര കുളത്തുകാൽ സ്വദേശി AP ആദിത്യനെ ബുധനാഴ്ചയാണ് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മലയാളികളായ 4 വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ ആദിത്യന്റെ താമസം. ബുധനാഴ്ച ആദിത്യൻ കോളേജിൽ എത്തിയിരുന്നില്ല. കോളേജിലേക്ക് വരുന്നില്ലെന്ന് രാവിലെ ആദിത്യൻ പറഞ്ഞതായി ഒപ്പം താമസിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. തുടർന്ന് ഹോസ്റ്റലിലേക്ക് എത്തിയ സുഹൃത്തുക്കൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആദിത്യനെ കണ്ടെത്തുകയായിരുന്നു. സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകന്റെ പീഡനം മൂലമാണ് ആദിത്യൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടും അധ്യാപകനെതിരെ ഇതുവരെ കോളേജ് മാനേജ്മെന്റ് നടപടിയെടുത്തിട്ടില്ല. ഇതിനെതിരെ വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകനായ സന്ദീപ് പാണ്ഡ്യ ചില വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ഇതിനായി അധ്യാപകൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നും ഈ അധ്യാപകൻ കാരണം പല വിദ്യാർത്ഥികളും പഠനം നിർത്തിപ്പോയിരുന്നു എന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ കുടുംബം അരുവിക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. മകന്റെ മരണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് കുടുംബം.
ന്യൂസ് 18 തിരുവനന്തപുരം. കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിനേഷ് ഫോഗട്ടിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് തെരുവിലിറങ്ങിയ വിനേഷ് 29-ാം വയസ്സിൽ ഹരിയാനയിൽ നിന്ന് MLA ആയത് ചരിത്രം. ഇപ്പോൾ അതീവ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഈ ഗുസ്തി താരം. ബ്രിജ്ഭൂഷണെതിരെയുള്ള ലൈംഗികാരോപണ കേസിൽ താനും ഇരയായെന്നാണ് വെളിപ്പെടുത്തൽ. കോടതിയിൽ നിലവിലുള്ള ക്രിമിനൽ കേസിൽ പരാതി നൽകിയ 6 വനിതാ ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനെന്ന് ആദ്യമായാണ് വിനേഷ് തുറന്നു പറയുന്നത്. ബ്രിജ്ഭൂഷണെതിരെയുള്ള കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അതിജീവിതമാരുടെ അന്തസ്സും ആഭിജാത്യവും സംരക്ഷിക്കുന്നതിനായി പേര് വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും നിയമ നടപടികൾ തുടരട്ടെയെന്ന് കരുതിയതായും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ചില സാഹചര്യങ്ങൾ കാരണമാണ് ഈ വെളിപ്പെടുത്തൽ. പരാതി നൽകിയ 6 ഇരകളിൽ ഒരാൾ ഞാനാണ്. ഞങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വിനേഷ് വ്യക്തമാക്കി. उससे रिलेटेड कोर्ट में केस पेंडिंग है. 6 महिला खिलाड़ियों ने कंप्लेंट्स दी थी. उसके आधार पे आज भी कोर्ट में गवाहियां चल रही हैं. सुप्रीम कोर्ट की गाइडलाइन होती है कि किसी भी विक्टिम का आइडेंटिटी को रिवील ना किया जाए, क्योंकि उनकी गरिमा और उनकी मान सम्मान की बात होती है. लेकिन आज कुछ मजबूरियां ऐसी है कि मैं आप सबको बताना चाहती हूँ. मैं अभी नहीं बोलना चाहती थी कि कोर्ट में केस पेंडिंग है, देश के सामने सब सच्चाई आ जाएगी. लेकिन मैं बताना चाहती हूँ कि मैं उन 6 में से एक विक्टिम मैं खुद हूँ जिसने कंप्लेंट दी थी, और हमारी गवाहियाँ भी चल रही हैं. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി തന്റെ തിരിച്ചുവരവ് തടയാൻ ഗുസ്തി ഫെഡറേഷൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും വിനേഷ് ആരോപിക്കുന്നു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിലെ ബ്രിജ്ഭൂഷന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കോളേജിൽ റാങ്കിംഗ് ടൂർണമെന്റുകളും ട്രയൽസുകളും നടത്താനുള്ള ഫെഡറേഷന്റെ തീരുമാനമാണ് വിനേഷിനെ പ്രകോപിപ്പിച്ചത്. അവിടെ നീതിയുക്തമായ മത്സരം അസാധ്യമാണ്. റഫറിമാരുടെ തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ബ്രിജ്ഭൂഷന്റെയും അനുയായികളുടെയും നിയന്ത്രണത്തിലാണ്. ബ്രിജ്ഭൂഷനെ സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും നിലവിലെ അധ്യക്ഷൻ സഞ്ജയ് സിംഗിലൂടെ അദ്ദേഹം ഫെഡറേഷനെ ഇപ്പോഴും നിയന്ത്രിക്കുകയാണെന്ന് വിനേഷ് ആരോപിക്കുന്നു. 2023-ൽ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ വിനേഷ് ഉണ്ടായിരുന്നു. സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത ഈ പ്രതിഷേധം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ കേസിൽ നിന്ന് ബ്രിജ്ഭൂഷനെ ഒഴിവാക്കിയെങ്കിലും മറ്റ് 6 വനിതാ താരങ്ങൾ നൽകിയ പരാതികളെടുത്ത കേസുകളിൽ കോടതിയിൽ വിചാരണ തുടരുകയാണ്. ന്യൂസ് 18 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളും അക്രമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മടത്തു നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. നാടൻ ബോംബുകൾ, വെടിമരുന്ന് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ നാണു എന്ന ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എടക്കാട് മേപ്പോയിലിലെ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. നാടൻ ബോംബുകളോട് സാമ്യമുള്ള അനധികൃത പടക്ക നിർമ്മാണം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടക്കാട് പോലീസ് പരിശോധന നടത്തിയത്. 5 നാടൻ ബോംബുകളും 3 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെടുത്തു. നാണു എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണ്.
തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് വിൽപ്പന നടത്താനാണ് ഗുണ്ടുകൾ അടക്കമുള്ളവ നിർമ്മിച്ചതെന്നാണ് സൂചന. വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ സാഹചര്യത്തിൽ UDF പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടു. താൻ താമസിക്കുന്ന വീടിന് സമീപത്തു നിന്നാണ് ബോംബ് ഉൾപ്പെടെ പിടിച്ചെടുത്തതെന്നാണ് അബ്ദുൾ റഷീദ് പറയുന്നത്. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. തെലങ്കാനയിലും ഹൈദരാബാദിലും ഊട്ടിയിലും ഉൾപ്പെടെ ബേക്കറി സാധനങ്ങൾ വിൽപ്പന നടത്തുന്നയാളാണ് മലപ്പുറം അരീക്കോട് സ്വദേശി റഹീസ്. മലപ്പുറത്ത് നിന്ന് ബേക്കറി ഉൽപ്പന്നങ്ങളുമായി കാറിലാണ് യാത്ര. തിരികെ വരുമ്പോൾ ഇവിടങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിലേക്ക് കടത്തുന്ന ഏർപ്പാടും ഇയാൾക്കുണ്ട്. ഇന്നോവ കാർ കടത്തുകയായിരുന്ന 3.5 കിലോ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാളുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് റഹീസിനെ 3.5 കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. തെലങ്കാനയിലും ഹൈദരാബാദിലും ഊട്ടിയിലും ബേക്കറി സാധനങ്ങൾ വിൽപ്പന നടത്തുന്നയാളാണ് റഹീസ്. ഇതിന്റെ മറവിൽ ഇവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിലേക്ക് കടത്തുന്നതായിരുന്നു രീതി. ഇത്തരത്തിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ എടവണ്ണ പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് സംഘത്തിന് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സുഹൃത്തിന്റെ ഗുജറാത്ത് രജിസ്ട്രേഷൻ ഇന്നോവ കാറിലായിരുന്നു കഞ്ചാവ് കടത്ത്. കാറിൽ മധ്യഭാഗത്തെ സീറ്റിന് മുന്നിൽ കാർപ്പറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. എടവണ്ണ ഇൻസ്പെക്ടർ പ്രൈജു, ASI ജാൻസി, CPOമാരായ സുബിൻ, ദാസ് ഫെർണാണ്ടസ് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. എടവണ്ണയിൽ രാത്രികാലങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചത് സംബന്ധിച്ച് വ്യാപക പരാതി ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പോലീസിനെതിരെ ആരോപണവുമായി കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന്റെ അച്ഛൻ. പോലീസും സർക്കാരും ഒത്തുകളിക്കുന്നതായും രേഖകളും ദൃശ്യങ്ങളും കൈമാറുന്നില്ലെന്നും നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ ആരോപിച്ചു. വിജയാഘോഷ ദിനത്തിൽ വിൽപ്പന നടത്താനായി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 30 ലിറ്റർ വിദേശ മദ്യം മലപ്പുറം കാളികാവ് റേഞ്ച് എക്സൈസ് പിടികൂടി. എടത്തനാട്ടുകര സ്വദേശി ഷമീർ ബാബു അറസ്റ്റിൽ. ഭർത്താവും 2 കുട്ടികളുമുള്ള യുവതി യുവാവിനൊപ്പം ഒളിച്ചോടിയ സംഭവത്തിൽ ഇരുവരെയും കന്യാകുമാരിയിൽ നിന്ന് വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് 7.5 പവൻ സ്വർണവും പണവും നഷ്ടമായതായും കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നു. യുദ്ധവും കലഹവും നിറഞ്ഞ ലോകത്ത് സന്തോഷിക്കാനും ചിരിക്കാനും മറന്നുപോയ ചില മനുഷ്യരുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, അനാഥരായ കുഞ്ഞുങ്ങൾ, ഭീതിയോടെ കഴിയുന്ന ആളുകൾ, കലഹം നിറഞ്ഞ വീട്ടിൽ സമാധാനമില്ലാതെ ജീവിക്കുന്ന ദമ്പതികളും കുട്ടികളും, ഇതോടൊപ്പം ജോലിഭാരവും പഠന സമ്മർദ്ദവും. ഒരു വല്ലാത്ത ലോകത്താണല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഈ ചിരി ദിനത്തിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുന്നവരും ലൈക്ക് ഇടുന്നവരും നേരിൽ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മറന്നുപോകുകയാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇമോജികൾ പങ്കുവച്ചാണ് പുഞ്ചിരി നാം പ്രകടിപ്പിക്കുന്നത്. തമാശകളും പൊട്ടിച്ചിരികളും ഉണ്ടായിരുന്ന പഴയകാലത്തെ കളിയിടങ്ങളും നാട്ടുകൂട്ടങ്ങളും ഇപ്പോൾ ഓർമ്മകളാണ്. പണ്ടത്തെ ചിരി മനുഷ്യനെ തമ്മിൽ അത്രമേൽ അടുപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിപ്പോയി. മനുഷ്യബന്ധങ്ങൾ തമ്മിൽ അകന്നുപോയി. ആ നല്ല കാലത്തേക്കൊന്ന് തിരിച്ചു നടന്നാലോ? കൂട്ടുകാരെയും വീട്ടുകാരെയും അയൽക്കാരെയും കാണുമ്പോൾ ചിരിക്കാൻ നമുക്ക് സാധിക്കണം. നേരിൽ കണ്ടാൽ പോലും ചിരിക്കാത്തവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.